എടോ നിന്റെ ഒത്താശ വേണോ സ്വലാത്ത് മദീനത്തെത്താൻ? നിന്റെ ഒരു പ്രത്യേകമായ സപ്പോർട്ട് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് സലാമുകൾ അല്ലാഹു തന്നെ എത്തിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ലേ? പിന്നെ നിങ്ങളുടെ ഒരു കയറ്റി അയക്കൽ വേണോ? അങ്ങനെ നിങ്ങളതാ കൂപ്പൺ ഇറക്കുന്നു, ചൊല്ലിയ സലാത്തിന്റെ എണ്ണം ചോദിക്കുന്നു, പാർസലാക്കുന്നു. ഇപ്പോഴിതാ വാട്സപ്പിൽ 70,000 ദിക്ർ, മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം കൂടി വാട്സപ്പിൽ ഗ്രൂപ്പ് ചേരുന്നു. ഓരോരുത്തരും മരിച്ച ദിവസം നോക്കിയിട്ട് 70,000 ദിക്ർ ചൊല്ലുന്നു. ഖബറിൽ കിടക്കുന്നയാളെ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടുത്തുന്ന വാട്സപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ സമൂഹത്തിലേക്ക് പലരും പലതും കൊണ്ടുവരുമ്പോ അവരുടെ പേരിൽ ആണ്ടരുടികൾ 40 അതുപോലെ തന്നെയാണ്ട് അവർക്ക് വേണ്ടിയതാ അവരെ ആദരിക്കാൻ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പച്ചക്കളവുകൾ കുത്തി നിറച്ചിട്ടുള്ള മൗലിദുകളതാ അവർക്ക് പുണ്യം കിട്ടാനെന്ന പേരിൽ പാരായണം ചെയ്യുന്നു. ഇതെന്ത് സുന്നത്ത് ജമാഅത്താണ്? ഇങ്ങനെയുണ്ട് ഒരു സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് അത്തരം സുന്നത്ത് ജമാഅത്തുകളല്ല. മരിച്ചവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചെയ്താലാണോ കാര്യം കിട്ടാന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതൊക്കെ ചെയ്യുന്നവര് മുജാഹിദുകളാണ്. അതവർ നിത്യജീവിതത്തിൽ തന്നെ ചെയ്യുന്നു. സ്വന്തം കാര്യത്തിന് ചെയ്യും, മറ്റുള്ളവർക്ക് കാര്യം കിട്ടാനും ചെയ്യും. അത് മാതൃകയുള്ളവ മാത്രം ചെയ്യുന്നു. അതല്ലാതെ മാലിയും മൗലൂദും പാടുക, റാത്തീബ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ആ നിലക്കുള്ള ദിക്റുകൾ, ഹദ്ദാദുകള്, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ, ലാ വയറ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അവയവങ്ങളെയും അള്ളയാക്കുന്ന പൊട്ടൻ പൊട്ടൻ ദിക്റുകള്, അതുപോലെ തന്നെ ആട്ടങ്ങള്, ഹൂഹു ശബ്ദങ്ങള്, ലാലാ എന്ന സംഗീതങ്ങള്, ഇല്ല ഇല്ല അല്ല അല്ല എന്ന പാട്ടുകള്, അതുപോലെ തന്നെ ഉറുക്ക് കെട്ടല്, ഏലസ് കെട്ടല്, ആ നിലക്കുള്ള മുഴുവൻ സമ്പ്രദായങ്ങളും വീടിന് കാവലായിക്കൊണ്ട് വീടിന്റെ നാലുമൂലയിലും കുപ്പിതൂക്കൽ, അതുപോലെ തന്നെ പെട്ടിതൂക്കൽ, അതുപോലെ തന്നെ തകിട് തൂക്കൽ, ഇങ്ങനെയുള്ള മന്ത്രതന്ത്രാദികളും, അതുപോലെ തന്നെ ഹോമം മുട്ടെറുക്കലും കെട്ടെറുക്കലും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇല്ലാത്ത പല രൂപത്തിലുള്ള സമ്പ്രദായങ്ങളും ചെയ്യുന്ന വകയേടുകളിൽ കാണുന്ന ഒരു കഥയുമില്ലാത്ത ആരൊക്കെയോ കൂട്ടിച്ചേർത്ത വകകളല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അത് മുത്ത് മുസ്തഫ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതിലൂടെ നമുക്ക് സമാധാനം കിട്ടും. ഉമ്മാ പെങ്ങളെ, അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത്, ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്. ഉറങ്ങിയെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നൂറുകണക്കിന് ദിക്റുകളില്ലേ, ദുആകളില്ലേ. ഇതൊന്നും പ്രസംഗിക്കാനോ കേൾക്കാനോ മാത്രമുള്ളവയല്ല. കിടക്കുമ്പോൾ മര്യാദ പാലിക്കണേ, ഉളൂവെടുത്ത് കിടക്കണേ.